ആറ്റത്തെ കിളിക്കൊള്ളി പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നീതുവിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണെങ്കിൽ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ നീ പറഞ്ഞത് സത്യമാണോ, നീ ഗർഭിണിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നീതു ചിന്തിക്കുന്നുണ്ട്, ഞാനിനിയിപ്പം സത്യം ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തായാലും വീണ്ടും എന്നെ അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനൊക്കെ നോക്കും. എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെ അങ്ങനെ നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നീതുവിൻ്റെ അമ്മയാണെങ്കിൽ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീതുവിന്. അങ്ങനെ ശേഷം നമ്മളെ നീതുവിൻ്റെ ആങ്ങളെയാണെങ്കിൽ നമ്മളെ ഹരീഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് ഹരീഷിനെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. അപ്പം ഹരീഷിന് ഇതെന്താ സംഭവം എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ സുഭാഷേട്ടനും ഹരീഷും നികേഷും ചാന്ദിനി എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ചാന്ദിനിയാണെങ്കിൽ സുഭാഷേട്ടനെ ഭയങ്കര കെയറൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഫുഡൊക്കെ കഴിക്കാൻ പറയുന്ന സമയത്ത് നമ്മളെ സുഭാഷേട്ടൻ പറയുന്നുണ്ട് ആ ഫുഡ് കഴിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ ഹരീഷിനും സുധീഷും ആണെങ്കിൽ ഒരു ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കെയറിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മളെ പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ നീതുവിൻ്റെ അമ്മയാണെങ്കിൽ സുഭാഷേട്ടനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം സുഭാഷേട്ടനെയും കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളെ അനിയന്മാരൊക്കെ ഭയങ്കര നല്ല പിള്ളേരാണെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ അനിയനാണെങ്കിൽ എൻ്റെ മോളെ ഗർഭിണിയാക്കിയിട്ട് ഇവിടുന്ന് കടന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷേട്ടൻ ആകെ ഷോക്കൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇവരെന്തായി പറയുന്നതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവർ ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സുഭാഷേട്ടനാണെങ്കിൽ നേരെ ഹരീഷിൻ്റെ മുഖത്ത് നോക്കി ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ എന്താടാ കാണിച്ച് വെച്ചിരിക്കുന്നത്, നീതുവിൻ്റെ അമ്മയാണ് വിളിച്ചത്, ആ കുട്ടി ഗർഭിണിയാണെന്ന് പറയുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഹരീഷ് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. എന്താണെന്ന് ഹരീഷിനും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.